ഇടവേള കഴിഞ്ഞ ഡീകോഡിലേക്ക് മടങ്ങി പോകുമ്പോൾ ഒരു മൈപ്രണ്ടിന്റെ കഥയാണ് പറയാനുള്ളത്. അതായത് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള വൻകിട US ടെക് കമ്പനികൾ ഇന്ത്യക്കാരായ ജീവനക്കാരെ നിയമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാഷിംഗ്ടണിൽ നടന്ന AI ഉച്ചകോടിയിലാണ് ഈ ട്രംപിന്റെ ഈ പ്രസ്താവന. അതായത് മോദിയുടെ ഉറ്റത്തോഴനായ ട്രംപിന്റെ കൽപ്പന ഇങ്ങനെയാണ്: സ്വന്തം രാജ്യത്തുള്ളവരെ പരിഗണിക്കുന്നതിന് പകരം ലോകത്തുള്ള ആർക്കു വേണമെങ്കിലും ജോലി നൽകാമെന്ന വൻകിട ടെക് കമ്പനികളുടെ നിലപാട് ഇനി അമേരിക്കയിൽ തുടരാനാകില്ല എന്നാണ് ട്രംപിന്റെ ഭീഷണി. ട്രംപ് എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? നമുക്കത് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ട്രംപിനെ നമുക്ക് ഈ സ്ക്രീനിലേക്ക്, ഡീകോഡിന്റെ സെറ്റിലേക്ക് ട്രംപിനെ കൊണ്ടുവരാം. ട്രംപ് വന്നു കഴിഞ്ഞു. ട്രംപ് പറയുന്നത് ഇതിങ്ങനെയാണ്: ഇന്ത്യക്കാരെ വേണ്ട എന്നാണ് ട്രംപ് പറയുന്നത്. എന്തുകൊണ്ടാണ് ട്രംപ് ഇന്ത്യക്കാരെ വേണ്ട എന്ന് പറയുന്നത്? ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിയമനം നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള വൻകിട ടെക് കമ്പനികളോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുന്നതും ഇന്ത്യൻ ടെക്കുകൾക്ക് തൊഴിൽ നൽകുന്നതും നിർത്തി അമേരിക്കൻ കമ്പനികൾ സ്വന്തം രാജ്യത്ത് തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിന് പ്രാധാന്യം നൽകണമെന്നാണ് ട്രംപ് വ്യക്തമാകുന്നത്. എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറയുന്നത് എന്നല്ലേ അതിനുമുണ്ട് ട്രംപിന്റെ വാദം. അതായത് ട്രംപിന്റെ വാദം ഇങ്ങനെയാണ്: സാങ്കേതിക വ്യവസായത്തിന്റെ ആഗോള മാനസിക അവസ്ഥയാണ് ഇത്. അതായത് മറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക് ജോലി കൊടുത്ത് ആ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ വർദ്ധിപ്പിക്കുകയും സ്വന്തം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ വികസനമൊന്നും ഉണ്ടാവുകയും ചെയ്യുന്നില്ല എന്നതിന്റെ ഉദാഹരണം. അടുത്തത്, ടെക് കമ്പനികളിൽ പലതും ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുന്നു. എന്തുകൊണ്ട് സ്വന്തം രാജ്യത്ത് ഇത്തരത്തിൽ ഫാക്ടറികൾ നിർമ്മിച്ച് ആ രാജ്യത്തുള്ളവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അമേരിക്കയുടെ സമ്പദ്ഘടന കൂടുതൽ വിപുലപ്പെടുത്തുകയും ചെയ്യാത്തത് എന്തുകൊണ്ടാ എന്നാണ് ട്രംപ് അവിടുത്തെ ആളുകളോട് ചോദിക്കുന്നത്. അടുത്തൊരു ചോദ്യം, അതായത് അടുത്തൊരു വാദം ഇങ്ങനെയാണ്: ഇന്ത്യയിൽ നിന്നുള്ളവർ US-ൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് നമുക്കറിയാം, അമേരിക്കൻ IT വ്യവസായ മേഖലകളിൽ ഏറ്റവും കൂടുതൽ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ അപ്രമാദിത്യമുണ്ട്. പല സ്ഥാപനങ്ങളുടെ മേധാവികളായി ഇന്ത്യക്കാരാണുള്ളത്. അത് നമ്മൾ പല കമ്പനികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയുകയും ചെയ്യാം. അപ്പോൾ സ്വന്തം രാജ്യത്തുള്ളവർക്ക്, അതായത് സ്വദേശിവൽക്കരണം എന്ന വാക്ക് വേണമെങ്കിൽ നമുക്കതിനെ ഉപയോഗിക്കാം, സ്വന്തം രാജ്യത്തുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു രാജ്യത്തുള്ളവർക്ക് ഈ നേട്ടങ്ങളൊന്നും വേണ്ട, തൻ്റെ രാജ്യത്തുള്ള തൻ്റെ ആളുകൾക്ക് മാത്രം ഇത് മതി എന്നാണ് ട്രംപിന്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ട്രംപ് പറയുന്നത് അയർലൻഡ് ലാഭമുണ്ടാക്കുന്നു. അതായത് അയർലൻഡിൽ നിന്നുള്ള ആളുകളും ഇതേപോലെ തന്നെ ഒരുപാട് കമ്പനികൾ ഉണ്ടാക്കുകയും ഒപ്പം തന്നെ ആളുകൾ അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ട്രംപ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അടുത്തതായിട്ട് ട്രംപ് പറയുന്ന ഒരു കാര്യം, അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ അനുഗ്രഹങ്ങൾ നേടിയവരാണ് ഇവരെല്ലാം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപിന്റെ ഈ പരാമർശം എന്തുകൊണ്ട് അയാൾ പറയുന്നു? അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ പറയുന്നതിന് കാരണം യുഎസിന് പിന്തുണ നൽകുന്നവർ കൂടുതൽ വേണമെന്നാണ് പറയുന്നത്. അമേരിക്കയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന US ടെക്നോളജി കമ്പനികളാണ് അമേരിക്കയ്ക്ക് ആവശ്യം. നിങ്ങൾ അമേരിക്കയെ ഒന്നാമതെത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അത് ചെയ്യണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത്രമാത്രമാണ് എന്നാണ് ട്രംപ് AI-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറഞ്ഞത്. ഈ AI-യുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ പോട്ടെ എന്ന് നമുക്ക് വെക്കാം. അതുമായി ബന്ധപ്പെട്ട 3 ഉത്തരവുകൾ ട്രംപ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട 3 എക്സിക്യൂട്ടീവ് ഓർഡറുകളിലാണ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. നിർമ്മിത ബുദ്ധി മേഖലയിൽ അമേരിക്കയുടെ ആധിപത്യം ഉറപ്പാക്കുന്ന ഉത്തരവുകളാണ് ഇവ. അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന 3 ഉത്തരവുകൾ ഏതൊക്കെയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതേ ഉള്ളൂ. അത് വലിയ രീതിയിലുള്ള ആഗോള തലത്തിൽ തന്നെ അത് വലിയ രീതിയിലുള്ള വ്യതിചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അമേരിക്ക AI മേഖലയിൽ പോലും ലോക പോലീസ് എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്ക AI മേഖലയിൽ പോലും തങ്ങളുടെ അപ്രമാദിത്യം തെളിയിക്കുന്നു എന്ന് വേണം ആ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാൻ. ഇത് ഇന്ത്യക്കാർക്ക് വൻ തിരിച്ചടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പറയേണ്ടത്. പ്രത്യേകിച്ച് മോദി ട്രംപ് കൂടിക്കാഴ്ച, അവരുടെ സൗഹൃദം പലപ്പോഴും സൈബർ ഇടങ്ങളിൽ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് മൈപ്രണ്ട് എന്ന കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് ആ ഹാഷ് ലൈൻ കൊടുത്തുകൊണ്ടാണ്. അതായത് അമേരിക്ക ഇന്ത്യയുടെ
ഉറ്റ ചങ്ങാതിയാണ്, ഉറ്റ തോഴനാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഉറ്റത്തോഴൻ അല്ലെങ്കിൽ ഉറ്റ ചങ്ങാതി ഇങ്ങനെ പറയുമ്പോൾ പോലും നിരവധി ഇന്ത്യക്കാരുടെ ജോലിയെ സാരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് ഏൽപ്പിക്കുന്ന മുറിവുകൾ, ആഘാതം, അത് വലിയ രീതിയിൽ വ്യതിചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ മേഖലകളിൽ ഇന്ത്യക്കാർക്ക് വൻ തിരിച്ചടി ഉണ്ടാകുമെന്നതാണ് ട്രംപിന്റെ ഈ നിലപാട്. അമേരിക്കൻ ടെക് കമ്പനികൾ രാജ്യത്തിന് പുറത്ത് നിക്ഷേപിക്കുന്നതിനെതിരെ ട്രംപ് മുൻപും രംഗത്തെത്തിയിരുന്നു. അതായത് ഇന്ത്യയുടെ കാര്യം അവർ തന്നെ നോക്കുമെന്നും ആപ്പിൾ ഇന്ത്യയിൽ ഐഫോൺ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നും ട്രംപ് ആപ്പിളിന്റെ സിഇഒ ആയ ടിം കുക്കിനോട് ദോഹയിൽ വെച്ച് പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച് അമേരിക്കയിൽ എത്തിക്കുന്ന ഐഫോണുകൾക്ക് 25% ചുങ്കം ചുമത്തുമെന്നായിരുന്നു അന്ന് ട്രംപ് ഭീഷണി മുഴക്കിയത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പകര ചുങ്കത്തിന്റെ ഭീഷണികളടക്കം ട്രംപ് ഈ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിൽ ആഘാതം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് നമ്മുടെ അമേരിക്കയിലെ ടെക് കമ്പനികളാണ്. അവരുടെ ജോലികളെയൊക്കെ തന്നെ ഈ നയം കൊണ്ടുവരുന്നതിലൂടെ സാരമായി തന്നെ ബാധിക്കും. ടെക് കമ്പനികളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിലുള്ളതാണ്. അതായത് അമേരിക്കൻ ടെക് കമ്പനികൾ ട്രംപിന്റെ ഈ വാദത്തെ പൂർണ്ണമായും അവർ നിരാകരിക്കുന്നില്ല. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിലനിൽക്കുന്ന പോകണമെങ്കിൽ അവരുടെ രാജ്യത്തെ ഭരണാധികാരിയെ അവർക്ക് അനുസരിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ വാദമുഖങ്ങൾ പൂർണ്ണമായും തള്ളാൻ ഈ ടെക് കമ്പനികൾ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഇതിനോട് അനുയോജ്യമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ട്രംപ് നമ്മുടെ ഉറ്റ ചങ്ങാതിയെ അസലായിട്ട് പണിതു, അല്ലെങ്കിൽ ഉറ്റ ചങ്ങാതിയുടെ ആളുകളെ, ഉറ്റ ചങ്ങാതിയുടെ രാജ്യക്കാരെ അനി അങ്ങോട്ട് ചെല്ലണ്ട എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപിനോട് നമുക്ക് ടാറ്റ പറയാം. ഡൊണാൾഡ് ട്രംപിന് നമുക്ക് ഈ ഫ്ലോറിൽ നിന്നും പറഞ്ഞുവിടാം. നമുക്കും സമയപരിധി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഡീകോഡിനകത്ത് സമയപരിധി അവസാനിക്കുന്നു. നമസ്കാരം.